ആലുവ മെട്രോ പാലത്തിന് സമീപമുള്ള കാനയിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് സ്വദേശിയെന്ന് സംശയിക്കുന്ന ആളുടെ മൃതദേഹമാണ് കണ്ടത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുറിവേറ്റ പാടുകളുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. ഫോറൻസിക് എച്ച്ഒഡി വിളിക്കും. ഹലോ സാർ. ഹലോ ജീവൻ, ഇന്ന് വന്ന അൺഐഡന്റിഫൈഡ് ബോഡിയുടെ പേഴ്സിൽ നിന്നും കിട്ടിയ ഫോട്ടോ രജിസ്റ്ററിലുണ്ട്. അത് ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി എടുത്തയക്കും. ഓക്കെ സാർ. ഇത്രയും നേരം പണിയായിരുന്നു, ഇപ്പോൾ അടുത്ത പണി. പോവാം. എന്തെങ്കിലും കാണി. ഫ്രണ്ടിൽ നിന്ന് കളിക്കാതെ മാറിക്കടാ കോപ്പേ. ഇവിടെ തന്നെ കാണും. ഇവനല്ലേ വട്ടം ചാടിയത്? അല്ല, തോന്നുമായിരിക്കും. ഇവനല്ലേ? ഒന്നല്ലേ, നീ പറ. പോവാ. ഇവിടെ വെച്ചടാ അവൻ ചാടിയത്. ചുമ്മാ ഇരിയുടെ, ആവശ്യത്തിലധികം പ്രശ്നമുണ്ട്. അവൻ തന്നെയാണ്, എനിക്ക് ഉറപ്പാ. ഇത് അവൻ തന്നെയാണ്. രജിസ്റ്ററിന്റെ ഫോട്ടോ ഞാനല്ലേ നോക്കിയത്. ഇത് അവൻ തന്നെയാണ്. നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി. ഇത്ര നേരം എനിക്ക് അവിടെ നിന്ന് തല പൊളിഞ്ഞിരിക്കുക. ഇപ്പൊ റൂമിലോട്ട് വന്നിട്ടാണ് എന്തെങ്കിലും ഒരു സമാധാനമായത്. നീ അവസ്ഥ മനസ്സിലാക്കണം. നീ ഇവിടെ കിടക്ക്. നീ എന്തോ തോന്നുന്നു.
നീ പോയില്ലേ? നിങ്ങൾ പേടിയതല്ലേ? അതാ ഞാൻ വന്നത്. എടാ നീ പറഞ്ഞാൽ ശരി, എനിക്ക് ചിലപ്പോ തോന്നിയില്ല. ഡൽഹിയിലും നമ്മള് ഡോക്ടേഴ്സ് അല്ലേ. അല്ല, നിങ്ങൾ പേടിയല്ലേ? ഇന്ന് ഞാൻ ഇവിടെ തന്നെ കിടക്കാം. ഞാൻ പോയി ബെഡ് എടുത്തില്ല. അല്ല, നീ കൂടെ വാ. അതിന് കൂടെ ഞാൻ അന്നാ നമുക്ക് ഇവിടെ തന്നെ കിടക്കാം. നീ പോയി ഐഡന്റിഫൈ കേസിന്റെ ഫയൽ എടുത്തുകൊണ്ട് പോവാ. ജീവൻ നീ പോയി അടുത്ത കേസിന് വേണ്ടിയിട്ട് ലോൺ ചെയ്യും. നീ എവിടെ പോയി കിടക്കുവാണ്? വേഗം ചേഞ്ച് ചെയ്യും. ഇവിടൊന്നും ആരുമില്ലടാ. ഈ അറ്റൻഡർമാരൊക്കെ എവിടെ പോയി കിടക്കുവാണ്? എനിക്ക് നമ്മൾ വിചാരിച്ചോന്നല്ല, അവൻ അറ്റൻഡറാ. അറ്റൻഡറിന്റെ ഫോട്ടോ മാറി അൺഐഡന്റിഫൈഡ് ബോഡിയിൽ അവിടെ വന്നതാണ്. നീ എനിക്ക് എന്റെ പേടി സ്വപ്നം. സമയമില്ല, കേസിനാണ്. ഞാൻ ശരി, ഞാൻ വേണ്ടിയിട്ട് തോന്നുന്നു. അത് പേടിച്ചു. പേടിച്ചൊന്നുമില്ല ഞാൻ. ശരിയെന്നാ അവിടെ ബോധം കെട്ടി കിടക്കണേ കണ്ട്. അത് ഞാൻ രാവിലെ ഫുഡ് കഴിക്കാറില്ല. അല്ല, പേടിച്ചിട്ടൊന്നുമില്ല. മനസ്സിലായിരുന്നു. ശരി, നീയും പേടിച്ച് ഞാനും പേടിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ നീ പേടിച്ച് ഞാനും പേടിച്ച്, നീ കുറച്ച് കൂടുതൽ പേടിച്ച്. അങ്ങനെ എന്തേലും കഴിച്ചു. അല്ല, ഈ കണ്ട് നമ്മൾ ബോഡി നിങ്ങൾക്ക് ശരിക്കും ബോഡി അത് വേറൊരാളാണ്. ഞാൻ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ബോധം കെട്ടി കഴിക്കും. ഇതാണ് ശരിക്കുള്ള ആൾ.